പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മൾക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പകൽക്കാലം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം ലിജോ ബ്രദറിനും കുടുംബത്തിനും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. 5-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യ 3 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എന്റെ രാജാവും എന്റെ ദൈവമായ യഹോവേ, എന്റെ സങ്കടയാലിനെ കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. പ്രൈസ് ദി ലോർഡ്. 5-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നത് ഒരുക്കി കാത്തിരിക്കുന്നവന് ഉത്തരമുണ്ട് എന്നുള്ള സന്ദേശമാണ്. അവന് സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുക്കി കാത്തിരിക്കുന്നവരാണെങ്കിൽ, കാത്തിരിക്കുക മാത്രമല്ല ഒരുങ്ങി കാത്തിരിക്കുക എന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്ന് മറുപടിയുണ്ട് എന്നുള്ള സന്ദേശമാണ് ദാവീദ് തൻ്റെ രചനയിൽ കൂടി നമ്മളോട് പറയുന്നത്. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ദാവീദിൻ്റെ വ്യക്തിഗത വിലാപമാണ്. സംഗീത പ്രമാണിക്ക് വേണുനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് ഇതിൻ്റെ തലക്കെട്ടിൽ കാണും. ഇതൊരു പ്രഭാത പ്രാർത്ഥനയാണ്. നമ്മളെല്ലാം പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ നാം ഒന്ന് ഒരുങ്ങുക, നാം ഒന്ന് ഒരുക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നാം നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്നുള്ള മറുപടി ലഭ്യമാണ് എന്ന് ഈ സങ്കീർത്തനം നമ്മളോട് പറയുന്നു. ഇത് ദുഷ്ടനെയും നീതിമാനെയും ഇടകലർത്തി പറയുന്ന, അവരെ താരതമ്യം ചെയ്യുകയോ ഇടകലർത്തി പറയുകയോ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് എന്ന് നമ്മൾ കാണുന്നു. ഇതിൻ്റെ ആദ്യ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ഒന്ന് ശ്രദ്ധിക്കണമേ. ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയത് വലിയ ശോധനകളുടെ മുമ്പിലാണ്, വലിയ പ്രതിസന്ധികളുടെ മുമ്പിലാണ്, വലിയ പ്രയാസങ്ങളുടെ മുമ്പിലാണ്. നമുക്കൊരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ, നാം ഒന്ന് ദൈവത്തെക്കുറിച്ച് പ്രശംസിച്ചു പറയുവാൻ തക്കവണ്ണം നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ സന്തോഷ നിമിഷങ്ങളാണ് നാം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ഭക്തന്മാർ നമ്മളോട് സംസാരിച്ചത്, ഭക്തന്മാർ തങ്ങളുടെ തൂലികയിൽ എഴുതിയത് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങും എന്ന് പറയുന്നത് സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴാണ്. അത്രത്തോളം തീവ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയവർക്ക് വരും തലമുറകൾക്ക് കൈമാറുവാൻ ചില സന്ദേശങ്ങൾ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഈ ലോകപരമായി തന്നെ നോക്കിയാൽ വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയവർ, തീവ്രമായ വേദനകളിൽ കൂടി കടന്നുപോയവർക്ക് മാത്രമേ അവർക്ക് ലോകത്തോട് ചില സന്ദേശങ്ങൾ കൈമാറുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവ സന്ദേശവും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന ദൈവമക്കൾ, നമ്മൾ കാണുന്ന പ്രഗത്ഭന്മാരായ പ്രാർത്ഥനാ വീരന്മാരായ പ്രസംഗ വീരന്മാരായ പലരും പ്രാർത്ഥനകളിൽ, പ്രതിസന്ധികളിലൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നവരാണ്. അതുകൊണ്ടാണ് ദാവീദും അങ്ങനെ തന്നെയാണ്. ദാവീദ് നിരന്തരം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ അഭിഷക്തനാണ്, അഭിഷേകം ലഭിച്ചവനാണ്. പക്ഷേ പ്രതിസന്ധികൾ ദിനംതോറും തൻ്റെ മുമ്പിൽ കൂടെ കടന്നുപോയി. സ്വന്തം മകൻ ശൗൽ, ഇവരൊക്കെ തന്നെ നിരന്തരം വേദനിപ്പിച്ചവരാണ്. ആ ഘട്ടങ്ങളിലൊക്കെ ദാവീദ് തൻ്റെ തൂലികയെടുത്ത് തനിക്ക് അപ്പോൾ നേരിട്ട പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും തൻ്റെ കുറവുകളെയും ഒക്കെ ദാവീദ് എഴുതി ചേർക്കുന്നുണ്ട്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സ്നേഹിതനെ പോലെ ദൈവത്തോട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ദാവീദിന് മറുപടി ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് ദാവീദ് പറയാണ്, എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? ഒന്ന്
ചെവി തരേണമേ. പ്രാർത്ഥിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ വാക്കുകൾ ഞരക്കങ്ങളായി മാറുന്നു, നിശ്വാസങ്ങളായി മാറുന്നു, നെടുവീർപ്പുകളായി മാറുന്നു. പ്രാർത്ഥിക്കുവാൻ എൻ്റെ നാവ് പൊങ്ങുന്നില്ല. ആ ഘട്ടത്തിൽ ദാവീദ് പറയാണ്, ഞാൻ കർത്താവേ ഇത്രത്തോളം അങ്ങയോട് നിലവിളിച്ചു, ഇത്രത്തോളം പ്രാർത്ഥിച്ചു, പക്ഷേ അങ്ങെന്താണ് മിണ്ടാതെ ഇരിക്കുന്നത്? നമുക്കറിയാം, പ്രാർത്ഥന ദൈവവുമായുള്ള അഭിമുഖ സംഭാഷണമാണ്. നാം ഒരാളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾക്കെതിരെ നിൽക്കുന്ന ആൾ മറുപടി നൽകിയില്ലെങ്കിൽ, നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർ തിരിച്ചു പ്രതികരിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, നമുക്കുണ്ടാകുന്ന പ്രയാസം, അതൊരു വലിയ പ്രതിസന്ധിയാണ്. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നവൻ നമുക്ക് സമനായവനല്ല, നമ്മളെക്കാൾ താഴെയുള്ളവനല്ല. ഈ ലോകത്തെ നിർമ്മിച്ച കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ദാവീദ് നിൽക്കുന്നത്. ആ ദാവീദിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭ്യമാകുന്നില്ല. ദാവീദ് വലിയ പ്രതിസന്ധികളിൽ കടന്നു പോകുന്നു. സംഭാഷണമാണ് പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥന പലപ്പോഴും മറുപടി ലഭ്യമാകാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സാത്താന്യ അധികാരങ്ങളോടും വാഴ്ചകളോടുമുള്ള യുദ്ധങ്ങളാകുന്നു. നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളെ, നമ്മൾക്കെതിരെ ശത്രു കൊണ്ടുവരുന്ന ചില കുരുക്കുകളെ, ചില കെട്ടുകളെ അഴിച്ചു കളയത്തക്ക രീതിയിൽ നമ്മുടെ പ്രാർത്ഥന സാത്താനെതിരെയുള്ള യുദ്ധമാണ്. അങ്ങനെയും പ്രാർത്ഥനയുടെ ചില ഘടകങ്ങളുണ്ട്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് അപേക്ഷയായി മാറുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും അപേക്ഷയാണ്. കർത്താവെ അനുഗ്രഹിക്കണം, കർത്താവെ എനിക്കത് തരണം, നീ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ആണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ, പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരാൾക്ക് ദൈവം അവനോട് പറയുന്നു, നിനക്കെതിരെ ചില സാത്താന്യ പോരുകളുണ്ട്, ചിലയിടത്ത് ചില സാത്താന്റെ പോരുകളുണ്ട്. ആ പോരുകൾക്കെതിരെ നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന യുദ്ധത്തിൽ നീ ഏർപ്പെട്ട് പിശാചിന്റെ വാഴ്ചകളെയും അധികാരങ്ങൾക്കെതിരെയും പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം മാത്രമല്ല, എപ്പോഴും സന്തോഷ നിമിഷങ്ങളല്ല, അത് ചില യുദ്ധങ്ങൾ കൂടിയാണ്. മാത്രമല്ല, നമ്മൾക്കെതിരെ എഴുതിയിരിക്കുന്ന ചില രേഖകളെ മാറ്റിക്കളയുന്നതാണ് പ്രാർത്ഥന. രേഖ എഴുതിയത് ആരാണെങ്കിലും അത് തിരുത്തുന്നത് ദൈവമാണ്. നമ്മൾക്കെതിരെ ശത്രു എഴുതി വച്ചിരിക്കുന്ന ചില രേഖകളുണ്ട്. നീ അങ്ങനെ ആയിരിക്കണം, നീ ഇങ്ങനെ മാത്രമേ പോകാവുള്ളൂ, നിന്റെ ജീവിതത്തിന്റെ വഴിയിൽ ഒരു പടി കൂടെ നിനക്ക് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് പിശാച് എഴുതി വച്ചിരിക്കുന്ന രേഖകളുണ്ട്. നിന്നെ തകർത്ത് കളയുന്ന, നിന്നെ അഗാധതയിലേക്ക് വീഴ്ത്തിക്കളയുന്ന ചില രേഖകളുണ്ട്. ആ രേഖകളെ മാറ്റുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്ക് വായിക്കാം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം എന്ന് വായിച്ചാൽ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നോക്കുക, ഇവിടെ ദാനിയേലിന് എതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് മാളിക മുറിയുടെ കിളിവാതിലിൽ യെരൂശലേമിന് നേരെ തുറന്നു വെച്ചിട്ട് താൻ മുമ്പ് ചെയ്തതുപോലെ, ഒരു രേഖ എഴുതിയപ്പോൾ മാത്രമല്ല, താൻ മുമ്പ് ചെയ്തിരുന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേലേ, നീ സിംഹക്കുഴിയിൽ ഇടുവാനാണ് നിന്നെക്കുറിച്ചുള്ള ശത്രുവിന്റെ പദ്ധതി. അതിന് ശത്രു ചില രേഖകൾ എഴുതിയിരിക്കുന്നു. രാജാവ് നിസ്സഹായനാണ്. എന്നാൽ ദാനിയേലിനെ നമുക്കറിയാം, താഴോട്ട് വായിക്കുമ്പോൾ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. പ്രാർത്ഥിക്കുന്നവനെ സിംഹക്കുഴിയിലിടുന്ന അവസ്ഥ. രേഖ എഴുതി, പക്ഷേ രേഖയ്ക്ക് അപ്പോൾ മറുപടി കിട്ടിയില്ല. നമ്മുടെ പല പ്രാർത്ഥനകളും, നമ്മൾക്ക് നേരെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം പറയും, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, സഭയിൽ പറഞ്ഞു, സഭക്കാർ പ്രാർത്ഥിച്ചു, ദൈവമക്കളോട് പറഞ്ഞു, ദൈവമക്കളും പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്ക് എന്തു സംഭവിച്ചു, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ അനർത്ഥം സംഭവിച്ചു, എന്നിട്ടും എനിക്ക് എന്ത് ഈ ദുഃഖം സംഭവിച്ചു എന്ന് നാം പലപ്പോഴും ദൈവത്തോട് പരാതി പറയുമ്പോൾ ഇവിടെ ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുകയാണ്.
അവനെ സിംഹക്കുഴിയിലിട്ടു എന്നാണ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നത്. എന്നാൽ അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് അവന് ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അതികാലത്തെഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹങ്ങളുടെ ഗുഹയുടെ അരികിൽ ചെന്ന് ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അത് രേഖ എഴുതിയാലും നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ സിംഹക്കുഴിയിൽ വീഴുന്നവനാണെങ്കിൽ നീ ഭയപ്പെടേണ്ട. സിംഹങ്ങളുടെ വായടയ്ക്കുന്ന ദൈവത്തെ നമ്മൾക്ക് അവിടെ കാണുവാൻ തക്കോണം കഴിയും. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ഒരു പക്ഷേ നീ സിംഹക്കുഴിയിൽ വീണെന്നിരിക്കാം, പക്ഷേ സിംഹങ്ങളുടെ വായടയ്ക്കുന്ന ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദാനിയേലിനെ രാജാവ് വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ മകനായ ദാനിയേലേ എന്ന് അവനെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഇതാണ് പ്രാർത്ഥിക്കുന്ന ഒരുവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അവൻ സിംഹക്കുഴിയിൽ വീഴാതിരുന്നു കഴിഞ്ഞാൽ ദൈവം എന്നെ രക്ഷിച്ചു എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അവനത് മാറിപ്പോകും. എന്നാൽ നമ്മൾക്ക് ഇതോർത്തിരിക്കുവാൻ, നമ്മൾക്കിത് ധ്യാനിക്കുവാൻ, നമുക്കിതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദാനിയേൽ പ്രാർത്ഥിച്ചു, സിംഹക്കുഴിയിൽ വീണു. എന്നാൽ രാജാവിൻ്റെ ആ വിളിയാണ് അവിടെ പ്രസക്തമായത്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാനിയേലിനെ ദൈവം തകർത്തു കളയുകയില്ല എന്ന് രാജാവിന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞു. സിംഹങ്ങളുടെ വായടച്ചു കളയുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധ്യമാണ്. ഇതാണ് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിൽ കൂടെ, പ്രാർത്ഥിക്കുന്നവരിൽ കൂടെ ചില സന്ദേശങ്ങൾ ദൈവത്തിന് കൈമാറുവാനുണ്ട്. രാജാവിനോട് അല്ലെങ്കിൽ ഭരണാധികാരികളോട് ചിലത് സംസാരിക്കുവാനുണ്ട്. നമ്മുടെ ചുറ്റിടങ്ങളോട് ചിലത് സംസാരിക്കുവാനുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ചിലത് സംസാരിക്കുവാനുണ്ട്. നമ്മളിൽ കൂടെ അനേകരോട് സംസാരിക്കുവാൻ കഴിയുന്നത് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. പ്രാർത്ഥിക്കാതെ, ദൈവത്തിൻ്റെ ആലോചനകളെ മനസ്സിലാക്കാതെ, ദൈവവചനം ധ്യാനിക്കാതെ അശ്രദ്ധമായി ജീവിക്കുന്നവനെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് പദ്ധതികളുണ്ട്. അത് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് മാത്രമല്ല, രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, സമൂഹങ്ങൾക്ക് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ഹല്ലേലൂയ, അവന്റെ മേലാണ് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ സങ്കീർത്തനം നമ്മൾക്ക് ഇടവരുത്തുന്നു. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരയണമേ. ദാവീദ് പറയാണ്, എൻ്റെ വാക്കുകൾക്ക് ദൈവത്തെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു ഭക്തന് മറുപടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് മറുപടി കിട്ടുക? വല്ലപ്പോഴും പോയി 5 മിനിറ്റ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ രാത്രി ആ സമയം നോക്കി മാത്രം പ്രാർത്ഥിക്കുന്നവന്, അത് സ്വന്തം ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് എന്തു മറുപടിയാണ് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്നത്? എന്നാൽ ഭക്തന്മാർ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നടപ്പിലും ഇരിപ്പിലും കഴിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അതിൻ്റെ മുന്നൊരുക്കങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ മറുപടി ഉള്ളത്. മാത്രമല്ല, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. അങ്ങയെ മാത്രം ധ്യാനിക്കുന്ന ഞാൻ, അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഞാൻ, അങ്ങയുടെ രക്ഷാപദ്ധതികളെ, അങ്ങനെ രക്ഷിച്ചതോർത്ത് നന്ദിയോടെ ഞാൻ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ആ ധ്യാന നിമിഷങ്ങളെ കൂടെ അങ്ങൊന്ന് ശ്രദ്ധിക്കണമേ. ഭക്തൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്തൻ ധ്യാന നിമഗ്നനാകുകയാണ്. കർത്താവിനെ കുറിച്ച് മാത്രം അവൻ ചിന്തിച്ചിരിക്കുകയാണ്. കർത്താവിനെ കുറിച്ച് മാത്രം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തുതികളെ ആരും കേൾക്കാതെ അന്തരംഗത്തിൽ നിന്നുള്ള വലിയ സ്തുതിയായി മാറുന്ന അവസരങ്ങളെ ദാവീദ് ഇവിടെ പറയുകയാണ്. തൻ്റെ ധ്യാനത്തെ ഒന്ന് ശ്രദ്ധിക്കണമേ. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവായ ദൈവം മാത്രമല്ല, അങ്ങൻ്റെ രാജാവും കൂടിയാണ്.
അങ്ങയുടെ പ്രജയാണ് ഞാൻ, നിത്യരാജാവായ അങ്ങയോടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ സങ്കടയാചന പറയുന്നത്. നമുക്കറിയാം, രാജാവിൻ്റെ അടുക്കലാണ് സങ്കടയാചന നാം പറയുമ്പോൾ തീർച്ചയായും രാജാവിൽ നിന്ന് മറുപടിയുണ്ട്. ആ മറുപടി രാജാവും ദൈവവുമായ നമ്മുടെ കർത്താവിൽ നിന്ന് തീർച്ചയായും ഓരോ ഭക്തനുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രജയുടെ സങ്കടം കേൾക്കുന്നവനാണ്, പ്രജാക്ഷേമ തൽപരനാണ് നമ്മുടെ കർത്താവ്. ആ നമ്മുടെ യാചനകൾക്ക്, നമ്മുടെ സങ്കടങ്ങൾക്ക് നേരെ തൻ്റെ നീതിയുള്ള ചെങ്കോൽ നീട്ടുന്നവനാണ്. അതെ, നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ രാജാവിൻ്റെ നീതിയുള്ള ചെങ്കോൽ നമ്മുടെ നേരെ നീട്ടും, നമ്മൾക്ക് മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മേൽ നമ്മൾ പ്രാർത്ഥിച്ചാലും അതിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത പ്രാർത്ഥനകൾക്കൊന്നും മറുപടിയില്ല. അത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്നിരിക്കാം, പക്ഷേ അത് എല്ലാ മനുഷ്യനും കിട്ടുന്ന ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് പ്രസാദകരമായ, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനകളാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം വരുന്ന പ്രാർത്ഥനകളാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ ദൈവമഹത്വമാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് മഹത്വമുള്ളത്? ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായി തീരുന്നതാകുന്ന രീതിയിൽ വേണം ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. ദൈവം അങ്ങനെ മാത്രമേ അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ കാണുന്ന 3-ാം വാക്യത്തിൽ, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. രാവിലെ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് ദൈവത്തിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ്. അപ്പോൾ ആ പ്രതിബദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രാവിലെ ദൈവത്തെ അന്വേഷിക്കണം. അത് സമയബന്ധിതമായ ഒരു പരിപാടിയല്ല. നമ്മൾ എപ്പോഴാണ് രാവിലെ ഉറക്കമുണരുന്നത്? ചിലർക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരുണരുന്ന സമയം, എന്നും അവർക്ക് ആ കറക്റ്റ് സമയത്ത് ഉണരാൻ കഴിഞ്ഞില്ല എങ്കിലും ഉണരുന്ന സമയം എപ്പോഴാണോ, അത് ഉച്ചയ്ക്കാണെങ്കിലും 12 മണിക്കാണെങ്കിലും 4 മണിക്കാണെങ്കിലും ആ ഉണരുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ആ ദിവസം നല്ലതാകണമെങ്കിൽ തീർച്ചയായും ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് ദൈവവചനം നമ്മളോട് പറയാം. 55 സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ദൈനംദിന ജോലികൾക്ക് മുമ്പായി ദൈവത്തെ നാം അന്വേഷിക്കണം. അതിന് നാം സമയം കണ്ടെത്തണം. എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂറോ എങ്കിലും മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മൾ സമയം കണ്ടെത്തണം. ഓരോ ദിവസവും ദൈവത്തോടു കൂടി ആരംഭിക്കണം. ഓരോ ഭക്തനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ദിവസം ആരംഭിക്കുമ്പോൾ ദൈവത്തോടു കൂടെ തുടങ്ങണം. അന്നത്തെ പ്രവർത്തികളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ജോലിക്ക് പോകുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് അനുഗ്രഹമാക്കണമേ, അവിടെ ദൈവഹിതമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദൈവഹിതമായി സംസാരിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസത്തിൽ ദൈവം നമ്മളോട് കൂടെയിരിക്കും. ആ അവസരം കിട്ടുമ്പോഴൊക്കെ കർത്താവെ അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ സ്തോത്രം ചെയ്യുവാൻ, എനിക്ക് ഈ ദിവസം, ഈ പകൽക്കാലം എന്നെ സഹായിച്ച് ഈ രാത്രിയാകുന്നത് വരെ അങ്ങനെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥനയോടുകൂടെ വേണം തുടങ്ങുവാൻ. കാരണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. അടുത്ത ദിവസം നമുക്ക് ലഭ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഉറപ്പു പറയുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. നാം പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ജോലിയിലായിരിക്കുമ്പോഴൊക്കെ അനേക അനർത്ഥങ്ങൾ, അപകടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം. നമ്മുടെ ഒരു കൈപ്പിഴ കൊണ്ട് വലിയ അനർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കാം. നമ്മുടെ ഒരു വാക്കുകൊണ്ട് അനേകരുടെ ഹൃദയങ്ങൾ മുറിയാം. എന്നാൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടെ തുടങ്ങുന്നുവെങ്കിൽ എല്ലാം ദൈവഹിതമായിരിക്കും. അതുകൊണ്ട് നാം ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അന്നത്തെ ജീവിക്കുവാൻ ആവശ്യമായ കൃപ എനിക്ക് തരണമേ, എനിക്ക് നല്ലവണ്ണം സംസാരിക്കുവാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം അങ്ങയോട് വിശ്വസ്തനായി തീരുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ അടുത്തത്തിൽ ഇങ്ങനെ കാണുന്നു, രാവിലെ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, രാവിലെ ഞാൻ നിനക്കായി
ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പോൾ രാവിലെ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥനയും ആരംഭിക്കുകയല്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി എനിക്ക് ചില മുന്നൊരുക്കങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ദൂരോട്ടൊക്കെ യാത്ര പോകുമ്പോൾ എന്ത് ചെയ്യും? തലേദിവസേ നമുക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മെ തന്നെ ഒന്ന് യോഗ്യരാക്കി തീർക്കുന്ന ആ ഒരു പ്രക്രിയ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കി കാത്തിരിക്കണം. ഒരുക്കി കാത്തിരിക്കുന്നവനെ മറുപടിയുള്ളൂ. വെറുതെ പോയി പ്രാർത്ഥിക്കുന്നവന് മറുപടിയില്ല. ഒരുക്കി കാത്തിരിക്കുന്നവന് മറുപടിയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യണം? മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങിക്കാത്തിരിക്കണം. അതിന് ആദ്യമായി ചെയ്യേണ്ടത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയ എല്ലാ കുറവശങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഈ ദിവസങ്ങളിൽ ആരോടും അങ്ങനെ പെരുമാറുവാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കരുതേ. കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എൻ്റെ പാപങ്ങളെയൊക്കെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു മാപ്പപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വരാൻ. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പ്രാർത്ഥനയ്ക്ക് മുമ്പായി നാം തീർക്കണം. കാരണം ഇതൊരു യാഗമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് യാഗമാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർക്കണം. നമ്മുടെ ഓരോ കാര്യത്തിലും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രക്രിയയിലും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അതായത് ദൈവത്തിന് പ്രസാദകരമായ യാഗമായി രാവിലത്തെ ദിവസം നമ്മളെ തന്നെ അർപ്പിക്കുമ്പോൾ നമ്മൾ യാഗപീഠത്തിൽ നിന്നാണ് നമ്മുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരുങ്ങി കാത്തിരിക്കുന്നവർക്ക് ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. ഈ ദിവസങ്ങളിൽ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. ആ ഒരുങ്ങി നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ചിലപ്പോൾ ലഭ്യമായില്ല എന്ന് വരാം. എന്നാൽ ചിലരങ്ങനല്ല, ദൈവത്തിനോട് പ്രാർത്ഥിക്കും, പക്ഷെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ പ്രാർത്ഥന എന്ന ഒരു ചടങ്ങായി തീർക്കുന്നവർക്ക് അതിന്മേൽ മറുപടി ഉണ്ടാകുകയില്ല. ചിലർക്ക് മറുപടി ലഭ്യമാകുകയില്ല. കാരണം ദൈവത്തോട് അവരെപ്പോഴും ആവലാതി പറയുന്നു. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ആവലാതി പറയാതെ, പരിഭവം പറയാതെ, ദൈവത്തെ കുറ്റം പറയാതെ ഒരുക്കി കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എങ്കിൽ ചിലതിന് ഉടൻ മറുപടിയുണ്ട്, ചിലതിന് താമസിച്ചാലും മറുപടിയുണ്ട്. താമസിക്കുമ്പോൾ ചില ദൈവ പ്രവർത്തികൾ, മറ്റുള്ളവർ അറിയുന്ന, മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന, മറ്റുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്ന ചില പദ്ധതികളിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടും. അത് പ്രാർത്ഥനയുടെ സന്തോഷ നിമിഷങ്ങളാണ്. നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിനും സഭയ്ക്കുമൊക്കെ അത് അനുഗ്രഹമാണ്. അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. നോക്കുക, ഇവിടെ കാണുമ്പോൾ ദാവീദിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശത്രുക്കളെ നമ്മൾക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല എന്ന് പറഞ്ഞാൽ, നാം ദൈവമക്കളാണെങ്കിലും നാം ദുഷ്ടത നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് പ്രസാദിക്കുകയില്ല. നമ്മൾ ദുഷ്ടൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ള മനുഷ്യരെയും നമ്മൾക്കെതിരെ തിരിയുന്നവരെയൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. എന്നാൽ ദുഷ്ടത നമ്മളിലുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പ്രസാദിക്കുകയുമില്ല, നമ്മളോടുകൂടെ പാർക്കുകയുമില്ല എന്നാണ് കാണുന്നത്. മാത്രമല്ല, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ് അഹങ്കാരം, നിഗളം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നും ഇഷ്ടമല്ല, എന്നാൽ തന്നെയും ഇങ്ങനെയുള്ളവരെ കൂടുതലായി ദൈവം അവരെ വെറുക്കുന്നു എന്ന് നമുക്ക് കാണാം. അഹങ്കാരികൾ, അതായത് നമ്മൾ അഹങ്കാരികളൊന്നും അല്ല എന്ന് നമ്മൾ പറയുമെങ്കിലും നമുക്കുള്ള ചിലതിനെക്കുറിച്ച് നാം
അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ കഴിവാണ് എന്ന് പറഞ്ഞ് നാം നിഗളിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് മാറ്റണം. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു, ഫോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. നോക്ക്, ഇങ്ങനെയുള്ളവരെയൊക്കെ ദൈവത്തിന് അറപ്പാകുന്നു. ദുഷ്ടന്മാരെ അല്ലെങ്കിൽ ദൈവഹിതമല്ലാതെ ദൈവിക നാമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ ദുഷ്ടനെയൊക്കെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല, അവരെയൊക്കെ പകയ്ക്കുന്നു, അവരെ വെറുക്കുന്നു എന്നാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 21:27 ഇങ്ങനെ കാണുന്നു: കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. അതായത് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ നിത്യമായി വസിക്കുന്നത് ആരാണ്? ദുഷ്ടന്മാർക്ക് കഴിയുകയില്ല, മ്ലേച്ഛന്മാർക്ക് കഴിയുകയില്ല, ഫോഷ്ക് പറയുന്നവർക്ക് കഴിയുകയില്ല എന്നാണ്, അഹങ്കാരികൾക്ക് കഴിയുകയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് സമയമില്ലല്ലോ. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഇവിടെ നോക്കുക, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. ദാവീദ് പറയാണ്, നിന്റെ കൃപ, അതിൻ്റെ അളവില്ലാത്ത ആ കൃപ എൻ്റെ മേൽ പകർന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ആ കൃപ എൻ്റെ മേൽ വന്നതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഭക്തനെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ അളവില്ലാതെ പകർന്നു. പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ, ഈ ലോകത്തിൻ്റെ പാപപ്രവൃത്തിയിൽ ജീവിച്ചു പോകാമായിരുന്ന നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം ഓരോ ദിവസവും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയെ നാം മറന്നു പോകരുത്. നാം ഇന്ന് ജീവിക്കുന്നത് ഞാൻ എൻ്റെ ആരോഗ്യം കൊണ്ടാണ്, ഞാൻ എൻ്റെ ചുറ്റുപാടുകളെ ഞാൻ അങ്ങനെ ക്രമീകരിച്ചതുകൊണ്ടാണ്, ഞാൻ എൻ്റെ ജീവിതശൈലി അതായതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്ന് നമ്മൾ പറയുന്നു എങ്കിൽ ദൈവം പറയുകയാണ്, എൻ്റെ കൃപ കൊണ്ടാണ് നീ ജീവിക്കുന്നത് എന്ന്. ദൈവത്തിൽ നിന്ന് ഉത്തരമുണ്ട്. നമ്മൾക്ക് സൗഖ്യം ലഭിച്ചത് ദൈവത്തിൽ നിന്ന്, നമ്മുടെ രോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചത് ഒക്കെ ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ കൃപ ലഭിക്കുന്നവരെന്ത് ചെയ്യുന്നു? ആ കൃപയുടെ ബഹുത്വത്താൽ ആരാധന ആലയത്തിലേക്ക് അല്ലെങ്കിൽ ആരാധനയ്ക്ക് കടന്നു വരണം എന്നാണ് ദൈവം പറയുന്നത്. കൃപ ലഭിച്ചവർ ആരാധിക്കണം. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, നിന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം, എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ ശത്രുക്കൾ എനിക്കുണ്ട്. നമുക്കറിയാം, ശത്രുക്കൾ മനുഷ്യന് സ്വാഭാവികമായിട്ട് വരുമ്പോഴത്തേക്കും ശത്രുക്കൾക്കെതിരെ നമ്മൾ പലതും പറയും, പ്രവർത്തിക്കും, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും പലരും. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന നോക്കി, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ. എൻ്റെ നീതി എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ നീതിയാണ്. ആ ലോകത്തിൻ്റെ നീതി വെച്ച് അടിക്കുന്നവനെ തിരിച്ചടിക്കുക, നമുക്കെതിരെ പറയുന്നവനെ തിരിച്ചു പറയുക, അത് മറന്നിരുന്നാണെങ്കിലും പറയുക, ഒളിച്ചിരുന്നാണെങ്കിലും അവനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ നീതി. എന്നാൽ ദാവീദ് ഇവിടെ പറയാണ്, എൻ്റെ ശത്രുക്കൾക്ക് നേരെ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ നീതി, ദൈവത്തിൻ്റെ നീതി എന്നെ നടത്തണമേ, എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. എൻ്റെ മുമ്പിൽ നീ വഴി നിരപ്പാക്കണം. എൻ്റെ വഴി ഞാൻ ഒരുക്കി വെട്ടിക്കേറി തെളിച്ചു പോവുകയല്ല, എൻ്റെ വഴി നീ നിരപ്പാക്കണമേ. അതായത് നീ നിരപ്പാക്കണം, എല്ലാം ക്ലിയറായി നീ ഇട്ട് തന്നെ മതി എൻ്റെ കർത്താവേ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോ ചുവടുകളും ദൈവത്തിൻ്റെ നീതി അനുസരിച്ചാണ്. നമ്മൾ സാധാരണ നടക്കുന്നതിനെ കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം പോകുന്നത് ദൈവത്തിൻ്റെ നീതി അനുസരിച്ചാണ്. ദൈവം പാത ഒരുക്കിയിരിക്കുന്ന ഇതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ നീതിയുള്ള പാത. ആ പാതയിൽ വേണം നമ്മുടെ ഓരോ ചുവടും നാം വെക്കണം. എന്നെ നടത്തേണമേ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതായത് ഓരോ ചുവടും വെക്കുവാനുള്ള ജ്ഞാനം
ദൈവത്തിന്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലായതാണ്. ഇതാണ്, നിന്റെ ജ്ഞാനം എനിക്ക് നൽകണമേ. ദൈവത്തിൽ നിന്ന് ജ്ഞാനം, നമ്മുടെ ഓരോ ചുവടും വെക്കുവാൻ, നമ്മുടെ ഈ ലോകത്തിൻ്റെ അറിവ് കൊണ്ട് നാം ഓരോ ചുവടും വെച്ചാൽ അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. പിന്നീട് വരുന്ന പല പ്രതിസന്ധികൾക്കും കാരണം നമ്മുടെ ജ്ഞാനമില്ലാത്ത, ദൈവിക ജ്ഞാനമില്ലാത്ത നമ്മുടെ ചുവടുവെപ്പുകൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ചില പ്രതിസന്ധികൾ നേരിട്ടത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനമില്ലാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയില്ലാതെ നാം എടുത്ത ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ മേൽ പിന്നീടുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികൾക്കും ദൈവം ഉത്തരവാദിയല്ല. ദൈവത്തോട് ചോദിച്ച്, കർത്താവേ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് തന്ന് എൻ്റെ വഴി ഒന്ന് എൻ്റെ വഴി അങ്ങ് നിരപ്പാക്കി തന്നാൽ എൻ്റെ ചുവടുകൾ ഭദ്രമാണ്. പിന്നീട് എനിക്ക് എൻ്റെ തീരുമാനങ്ങൾക്ക്, ഞാൻ പറഞ്ഞുപോയ വാക്കുകൾക്ക്, ഞാൻ എടുത്ത ചിന്തകൾക്ക് ഒന്നും എനിക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയില്ല. കാരണം നിന്റെ ജ്ഞാനത്താൽ ഞാൻ ഓരോ ചുവടും വെച്ചു, ആ പാതയിൽ കൂടിയാണ് ഞാൻ നടന്നത്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു. നോക്കുക, അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവർ പറയുന്നതൊന്നും, അതായത് ദാവീദിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്ന ആളുകൾ പറയുന്നതിലൊന്നും ഇതില്ല, ഒരു നേരുമില്ല. അവർ പറയുന്നതൊക്കെ എന്നെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, അവരുടെ തൊണ്ട, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. അതായത് അവരുടെ ആമാശയം, തൊണ്ട, ഈ തുറന്ന തൊണ്ടയാകുന്ന ശവക്കുഴിയിൽ കൂടെ അവർ നമ്മളെ വലിച്ചു കയറ്റിയിട്ട് ഒരിക്കലും കൊള്ളാത്ത അവരുടെ ആമാശയത്തിലേക്ക് എന്ത് ചെയ്യുക, ദുഷ്ടത നിറഞ്ഞ ആ ആമാശയത്തിലേക്ക് നമ്മളെ, ഭക്തനെ കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക്, അങ്ങനെ തുറന്ന ശവക്കുഴിയായ അവരുടെ തൊണ്ട, ആ തൊണ്ടയിൽ കൂടെ അവർ പറയുമ്പോൾ നമ്മളതൊക്കെ വിശ്വസിച്ചിട്ട് നാം ചെന്നുപെടുന്നത് ദുഷ്ടത നിറഞ്ഞ അവരുടെ ആമാശയത്തിലേക്കാണ് എന്നാണ്. നോക്കുക, എത്ര ഭയാനകമാണ് ഇത്. പാപത്തിൻ്റെ, മനുഷ്യൻ്റെ പാപ സ്വഭാവത്തിൻ്റെ വ്യക്തമായ ചിത്രമാണ്. പലരും നമ്മളോട് മധുരവാക്ക് പറയുന്നുണ്ട്. നമ്മളെ ആകർഷിക്കത്തക്ക രീതിയിൽ, നമ്മൾക്ക് കേൾക്കുവാൻ ഇഷ്ടമുള്ള രീതിയിൽ പലരും നമ്മളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ അവരുടെ തൊണ്ടകളൊക്കെ എന്താണ്? തുറന്ന ശവക്കുഴിയാണ്. നമ്മളറിയാതെ ആ ശവക്കുഴിയിലേക്ക് വീണുപോവുകയാണ്. അവരുടെ അന്തരംഗം അല്ലെങ്കിൽ അവരുടെ അകം ദുഷ്ടത നിറഞ്ഞതാണ്. ആ ദുഷ്ടത നിറഞ്ഞതിലേക്ക് നമ്മൾ വീണുപോകുന്നു. മാത്രമല്ല, നാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ മധുരവാക്ക് പറയുന്നു. ഈ തുറന്ന ഈ ശവക്കുഴിയിലേക്ക്, അവരുടെ തൊണ്ടയാകുന്ന അല്ലെങ്കിൽ അവരുടെ വായാകുന്ന ആ ശവക്കുഴിയിലേക്ക് നമ്മൾ വീഴേണ്ടതിന് അവർ മധുരവാക്കു പറയുന്നു. അല്ലെങ്കിൽ നമ്മളെ മുഖസ്ഥിതി കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. മുഖസ്ഥിതി ഒരു സംഭാഷണമല്ല, സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചതിയാണ്. പലപ്പോഴും നമ്മളെ മുഖസ്തുതി കൊണ്ട് നമ്മളെ പുകഴ്ത്തുമ്പോൾ നാം ചിന്തിക്കണം, ഇത് രസമുണ്ടല്ലോ, ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ എന്ന് കേട്ട് അതിൽ അങ്ങനെ ആഴ്ന്നിരിക്കരുത്. അത് നമ്മളെ ചതിക്കുന്നതാണ്. അത് നമ്മളെ സ്നേഹത്തോടു കൂടി ചതിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് നാം തിരിച്ചറിയണം. അതിന് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ മേൽ ഉണ്ടാകണം എന്നാണ് ദൈവജൻ നമ്മളോട് പറഞ്ഞു. എൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ നമുക്കാണ്, ഞാൻ വായിക്കാം. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ, തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ, അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ, നിന്നോടല്ലോ അവർ മത്സരിച്ചത്. അപ്പോൾ ദുഷ്ടൻ്റെ അതികഠിനമായ പ്രവർത്തനങ്ങൾക്ക് ദൈവം പ്രതികാരം ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുതിയ നിയമ കാലഘട്ടവുമായി നമ്മൾ വായിക്കാൻ ഇവിടെ പറയുന്നു, ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ, അവരുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ, അവരുടെ അതിക്രമങ്ങൾ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. അതായത് ഒരു ശാപവാക്യം പോലെയാണ് നമ്മൾക്കത് കാണുന്നത്. എന്നാൽ നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചാണ് അങ്ങനെ അത് പറയുന്നത്. എന്നാൽ ന്യായപ്രമാണ യുഗത്തിലല്ല, അല്ലെങ്കിൽ ആ ന്യായപ്രമാണ
കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് ആരെയും ശപിക്കുവാനോ ആരെയും ദൈവമേ ശിക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവകാശമില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ നീതി, ദുഷ്ടന്റെ മേൽ ദൈവത്തിൻ്റെ നീതി ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നീതി വരുമ്പോൾ ദുഷ്ടനെ ദൈവം തീർച്ചയായും തകർത്ത് കളയും. എന്നാൽ ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യും. പാപവഴികളെ വിട്ടുതിരിയുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ രക്ഷ ഉണ്ടാകുകയും ചെയ്യും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നു. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. ദൈവത്തെ ശരണം പ്രാപിക്കുന്ന ആളുകളാണ് നാമെങ്കിൽ നമുക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും സന്തോഷിച്ചാനന്ദിക്കും. ദാവീദിന് അതിൻ്റെ ഉത്തരം ലഭ്യമായി എന്ന് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഞാൻ അധികം വേഗത പൂണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രാർത്ഥനയുടെ മറുപടി അല്ലെങ്കിൽ അങ്ങയോട് ചോദിച്ചതിനൊന്നും മറുപടി കിട്ടിയില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയാണ്, അങ്ങയെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷിച്ചാനന്ദിക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവരെ നിന്നിൽ ഉല്ലസിക്കും. ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഭക്തനെ സംബന്ധിച്ച് അവൻ ഏറ്റവും പ്രധാനമാണ്. പലർക്കും സാധിക്കാതെ പോകുന്നത് ദൈവസന്നിധിയിലാണെന്ന് പറയുകയും ദൈവത്തിൽ സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന നന്മകൾ മാത്രം ലഭ്യമായിക്കൊണ്ട് അതിൽ മാത്രം സന്തോഷിക്കുകയല്ല, നാം നന്മകളെക്കാൾ ഉപരി ദൈവത്തിൽ സന്തോഷിക്കണം എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. നീതിമാനെ ദൈവം അനുഗ്രഹിക്കും. നാം നീതിമാനാണോ എന്ന് ഈ പകൽക്കാലം നാം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മളെ തന്നെ നാം ഒരുക്കുമ്പോൾ, നമ്മുടെ കുറവുകളെയെല്ലാം ഏറ്റുപറയുമ്പോൾ നാം നീതിമാന്മാരായി തീരുകയാണ്. അങ്ങനെ യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും. ആ നീതിയോടെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹമുണ്ടോ. പരിച കൊണ്ടെന്ന പോലെ നിന്റെ ദയ കൊണ്ട് ശത്രുക്കളുടെ ക്രൂര അമ്പുകൾക്ക് മുമ്പിൽ, അവൻ്റെ മൂർച്ചയേറിയ വാളിൻ്റെ മുമ്പിൽ നാം ഒന്നും ചെയ്യേണ്ട. കർത്താവിനെയും പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് അവനെ മറയും. അപ്പോൾ ദൈവത്തിൻ്റെ ദയയുടെ ബഹുത്വത്താൽ എന്ന് സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. കൃപയുടെ ബഹുത്വത്താൽ എന്നിവിടെ പറയുമ്പോൾ ദയയുടെ ബഹുത്വത്താൽ, കരുണയുടെ ബഹുത്വത്താൽ എന്നൊക്കെ സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയുടെ ബഹുത്വത്താലും കൃപയുടെ ബഹുത്വത്താലും ആ കൃപ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ഒരുക്കി കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് മറുപടിയുണ്ട്. നമുക്ക് ചില പ്രതിസന്ധികൾ നേരിട്ടാലും നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സുന്ദരമായ ഒരു നിമിഷമുണ്ട്. ആ സുന്ദരമായ നിമിഷമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ മകനായ ദാനിയേലേ എന്നുള്ള വിളിയോട് നമുക്ക് ഇന്ന് എങ്ങനെ പ്രതികരിക്കുവാൻ കഴിയും? ആ ദാനിയേലിനോട് നമുക്കൊന്ന് ചോദിക്കുവാൻ തക്കോണം കഴിയും, ദാനിയേലേ നീ എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിട്ടു? ദാനിയേൽ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് നിരന്തരം ആ സമ്പർക്കം, ദൈവവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നവനാണ്. എനിക്കറിയാം ഏത് രേഖ എഴുതിയാലും എന്നെ എൻ്റെ ദൈവം രക്ഷിക്കുമെന്ന്, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും എന്ന് ദാനിയേലിന് തിരിച്ചറിഞ്ഞതുപോലെ, ദാവീദ് തിരിച്ചറിഞ്ഞതുപോലെ, മോശ തിരിച്ചറിഞ്ഞതുപോലെ, ഏലിയാവ് തിരിച്ചറിഞ്ഞതുപോലെ, അബ്രഹാം തിരിച്ചറിഞ്ഞതുപോലെ, നെഹമ്യാവ് തിരിച്ചറിഞ്ഞതുപോലെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞതുപോലെ നമുക്കും അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.